എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും അതിൽ ഉദ്ദേശിക്കുന്നത്? അത് ലവ് ആണോ, അതോ പിന്നെ വെറുതെ ഇഷ്ടമാണോ, അതോ റൊമാൻസ് ആണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആണ്. പക്ഷേ എനിക്കതൊന്നും അല്ല, നിങ്ങൾ വേറെ ആൾ പോലെയാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഡിസ്റ്റർബ് ആവുന്നു. അങ്ങനെ ഒരു മാനസികമായ ഒരു പിരിമുറുക്കത്തിലേക്ക് ഗബ്രി കൊണ്ടുവന്നായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ലവ്വിലോ അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യുന്നില്ല. എന്റെ ശ്രമം കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരാനാണ്. കാരണം അടുത്ത ആഴ്ച ജാസ്മിൻ ഇവിടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജാസ്മിൻ പല കാര്യങ്ങളും പണ്ട് ട്രിഗർ ആ റിലേഷൻഷിപ്പിൽ തന്നെ ഗബ്രി പറയുന്ന ഭയങ്കരമായ വൈരുദ്ധ്യങ്ങളുണ്ട്. അല്ല, വൈരുദ്ധ്യങ്ങൾക്ക് കാരണമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. ക്ലാരിറ്റി ഞാൻ കൃത്യമായിട്ട് ജാസ്മിൻ എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം രണ്ടുപേരും കാര്യം ഇത് വന്ന ആൾക്കാരൊക്കെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുന്നു, നിങ്ങൾ മാറിയാൽ രണ്ടുപേർക്ക് കളിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. അത് നിങ്ങൾക്ക് കാണിച്ചു. എന്റെ തോന്നുന്നില്ല, ഞാൻ അല്ലാതെ ചോദിക്കാൻ എന്നോട് പ്രേമം വല്ലതുണ്ടോ? എനിക്കും തോന്നുന്നില്ല. നിന്റെ ഫീലിംഗ്സ് അല്ലേ, നിന്റെ ഫീലിംഗ്സ് എവിടെ വരെ സ്നേഹം ഒന്നും എനിക്കറിയാം. അത് പ്രേമത്തിലെത്തിക്കില്ല മീൻസ് അങ്ങനെ ആവുന്നതാണ് നിന്റെ മനസ്സിലാണ്. എനിക്ക് ഇത് പറയുന്നതാണ് ആൾക്കാർ കൺഫ്യൂസ് ആക്കുന്നത്. നീ അടിപൊളിയായിട്ട് കളിക്കുന്നത്, നീ അങ്ങനെ കളിക്കും. എനിക്ക് ഈ ഗെയിമിനേക്കാളും ഇമ്പോർട്ടൻ്റ് നീയാണ് ജാസ്മിൻ. ഐ ലവ് സ്നേഹം. പ്രണയമല്ല സ്നേഹം. പ്രണയില്ലെന്ന് ഞാൻ പറയില്ല. പ്രണയമാവാം, പ്രണയമുണ്ടാവാം, ഉണ്ടായിട്ടുണ്ടാവാം, ഇപ്പോൾ അറിയില്ല, എങ്ങും ഉണ്ടാവാം, അറിയില്ല. എൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ നല്ലൊരു പയ്യനെ നമുക്ക് മാറ്റുമുള്ള പണികൾ തപ്പിച്ച് കെട്ടിക്കാം. നീ ആരാ തന്നത്? എന്താണ് മനസ്സിലാക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ അതായത് ഇവർക്കൊരു നെയിം കൊണ്ടുവരാൻ പറ്റുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ എന്നിട്ട് ഇവരെന്നെ പറയുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. എന്നാൽ ഫ്രണ്ട്സ് ആണോ ചോദിക്കുമ്പോൾ അവർ അറിയില്ല, എന്നത് ലവ് ആണോ അതും അറിയില്ല. ഒരു ക്ലാരിറ്റി ഇവർക്ക് തന്നെ ഇല്ലാതെ ഇവർ അത് അങ്ങനെ ആക്കി തീർക്കുകയാണോ, പ്രേക്ഷകരെ പറ്റിക്കുകയാണോ എന്നുള്ളൊരു തിങ്ങിങ്ങാണ് എനിക്ക്. പിന്നെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഇവിടെ നിന്നും കുറെ കൺഫ്യൂഷൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ജാസ്മിൻ പറഞ്ഞ ജാസ്മിന്റെ കാര്യത്തിൽ ജാസ്മിൻ ക്ലിയർ ആണെന്ന്. ഗബ്രി പറയുന്നത് കുറച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.